ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാവിധ നന്മരങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ഈശ്വരകൃപ ഉണ്ടാകണം. എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകണം. ആയുസ്സും ആരോഗ്യവും എല്ലാം വേണം. നമുക്ക് അതിൻ്റെ എന്താ ഇത് പഠിക്കണം. ഭഗവത്ഗീത എന്താ, നാം എന്താ, നമുക്ക് എവിടം വരെ എത്തി, നമ്മൾ ഏത് ഗണത്തിൽ പെട്ടതാ, നമ്മൾ സത്വഗുണക്കാരനാണോ, നമ്മൾ രജോ ഗുണക്കാരനാണോ, അതോ തമോ ഗുണമാണോ, ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ എന്താ, നാം എന്താണ്, ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠമായത്. നമുക്ക് പോരായ്മയുണ്ടെങ്കിൽ നമുക്കത് നികത്തണം. അതിനുവേണ്ടിയാണ് ഭഗവാൻ ഈ ഉപദേശം നമുക്ക് തന്നേക്കുന്നത്. മനസ്സിലാക്കിയിട്ട് ഇത് പഠിച്ചിട്ട് അതെന്താ പറയുക, അതുപോലെ നമ്മൾ ആയി തീരുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് മോക്ഷ സന്യാസ യോഗത്തിൻ്റെ അത് 18-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ ശ്ലോകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ പ്രാവശ്യം. അതായത് അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷ്യ ച പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തൽ താമസ ഉച്യതേ. അതിൽ നമ്മൾ ഒടുക്കം മനസ്സിലാക്കിയത് കർമ്മഫലം എന്തെന്നോ അതിന് ദോഷവും അന്യർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളോ ഒന്നും അറിയാത്തവരാണ് തമോ ഗുണമുള്ളവർ. താമസം കർമ്മങ്ങൾ ചെയ്യുന്നവർ. എന്ത് കർമ്മവും ചെയ്താലും ഒരു നോട്ടവുമില്ല. ഇത് ഞാൻ ഈ ഒരു കർമ്മം ചെയ്താൽ മറ്റുള്ളവർക്ക് ഉപദ്രവം തട്ടുമോ, ഒരു നോട്ടവും ഇല്ല. എങ്ങനെയും എനിക്ക് ജീവിക്കണം എന്നുള്ള രീതിയാണ് തമോ ഗുണക്കാരുടെ ലക്ഷ്യം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം നമുക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അന്യൻ ഉപദ്രവം തട്ടാതെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു കർമ്മം, ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒരു ഈച്ചയ്ക്കോ ഒരു കാക്കയ്ക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗത്തിനോ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. അതില്ലാത്തത് എന്താ, താമസ ഗുണമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് താമസം എന്താണ്, അജ്ഞത കൊണ്ടാണ്, അറിവില്ലായ്മ. അവർക്ക് എങ്ങനെ അറിവുണ്ടാകും? അവർ തമോ ഗുണക്കാരത് എന്താണ്, അവർ കഴിഞ്ഞ ജന്മം ഒരുപാട് ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്ത് കൂട്ടി സഞ്ചി നിറയും പാണ്ടക്കെട്ടുമായിട്ടാണ് വീണ്ടും അടുത്ത ജന്മം ജനിച്ചേക്കുന്നത് ഇപ്പോൾ. അപ്പം അവർക്ക് എങ്ങനെ മാറി വരാൻ പറ്റുമോ? ജന്മവാസനയല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള ഗുണക്കാർക്ക് നന്മ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഉണ്ടാവാന്നേ ഉള്ളൂ. ഈശ്വരനെ ആരാധിക്കുക, മറ്റുള്ള ചെയ്യുന്ന കണ്ട് നന്മയിലേക്ക് പോകണം എന്ന് ചിന്തിച്ചാൽ നമുക്ക് മാറി വരാം. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തു പോയി ഭഗവാനെ, അതുപോലെ എനിക്ക് അറിയില്ലല്ലോ, അതെല്ലാം മാറ്റിത്തരണമേ, അങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണുനീരൊക്കെ പ്രാർത്ഥിച്ച് ഇരുന്നാൽ നമുക്ക് പകുതി ആശ്വാസം കിട്ടും, നന്മയിലേക്ക് പോവുകയും ചെയ്യാം. താമസത്തിൽ തന്നെ രജോ ഗുണത്തിലേക്കും കയറാം, രജോ ഗുണക്കാർക്ക് സത്വത്തിലേക്കും കയറാം. നമ്മൾ വിചാരിക്കണം, അല്ല പറ്റൂ. നമ്മൾ പ്രാർത്ഥിക്കണം, ഭഗവാനെ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, അതിനെന്ത് വേണം, ബുദ്ധിയും കൂടെ വേണം. ഇത് എനിക്ക് എങ്ങനെയും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, വേറുള്ളവർക്ക് വേണമെങ്കിൽ സഹിച്ചോട്ടെ. ഇതാണ് താമസ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ടോ സ്വന്തം പൗരുഷത്തെ പോലൊരു മാനിക്കുന്നില്ല. അവരെന്തുകൊണ്ടാണ് അജ്ഞതയാൽ മാത്രം ചെയ്യുന്നതാണ് ഈ താമസ കർമ്മങ്ങൾ. എന്ത് കർമ്മം ചെയ്താലും അവർ അജ്ഞതയിൽപ്പെട്ട, അറിവില്ലായ്മയാണ്, അറിഞ്ഞുകൂടാ, അറിയാൻ ശ്രമിക്കത്തുമില്ല. ഗുണം ഇങ്ങനെ ഉള്ളിൽ കിടക്കല്ലേ, രക്തത്തിൽ മൊത്തം കലർന്നിരിക്കുകയല്ലേ, അങ്ങനെയല്ലേ ജനിച്ച വാസനയും കൊണ്ടല്ലേ വന്നേക്കുന്നത്. ഈ കഴിഞ്ഞ ജന്മം ഒത്തിരി അകർമ്മങ്ങൾ ചെയ്തതും കൊണ്ടല്ലേ വന്നേക്കുന്നത്. പിന്നെ കൂടിയല്ലേ വരത്തുള്ളൂ. നമുക്ക് ശ്രമിച്ചാൽ മാറ്റാം എന്നുള്ളതാണ്, മാറ്റിപ്പിടിക്കാം. നമുക്ക് അയ്യോ എല്ലാവരും നന്മ, ഇതൊക്കെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഓർത്ത് ചെയ്യുന്ന ഭഗവാനെ, എന്താ ഞാനിങ്ങനെ ആയിപ്പോയത്, എനിക്കും അങ്ങനെ ആകണമെന്ന് ഈശ്വരനോട് പറഞ്ഞും കൊണ്ട് കണ്ടു പഠിക്കണം. നമ്മുടെ മറ്റ് ജനങ്ങൾ ചെയ്യുന്ന കണ്ട് നമ്മളും പഠിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. വീണ്ടും അടുത്ത ജന്മം നല്ലൊരു സത്വഗുണമായിട്ട് വരാം. പക്ഷെ ശ്രമിക്കത്തില്ല. ഇതാണ് കാരണം. ഇന്ന് ഒരുപാട് പേര് അലസത പിടിച്ചിങ്ങനെ ഇരിക്കും. എന്തിനാ എനിക്കും അങ്ങനെ വൈകിട്ട്, ഞാനിങ്ങനെയൊക്കെയാ, മറ്റുള്ളവർ വേണേൽ സഹിച്ചോട്ടെ. ഇതൊക്കെയാണ് താമസ കർമ്മങ്ങൾ. നമുക്ക് 26-ാമത്തെ ശ്ലോകം വായിക്കാം. അതിൽ സാത്വിക ഗണത്തിൽ പെടുന്നവരാരാണ്? ഇന്ന് ഞാൻ സാത്വിക ഗണത്തിലാണോ അതോ ഞാൻ രാജസ ഗണത്തിലാണോ? സത്വഗുണ നന്മ ചെയ്യുന്ന ഗണത്തിൽപ്പെട്ടവളാണോ, അല്ലെങ്കിൽ താമസ ഗണത്തിൽപ്പെട്ടതാണോ, രജോ ഗണത്തിലാണോ ഞാൻ? ഇത് വായിക്കുമ്പോൾ ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഓരോരുത്തരും ഇത് വായിക്കുമ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏത് ഗണത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സാത്വിക ഗണത്തിലാണോ, അതാണ് ഇപ്പോൾ പറയുന്നത്. മുക്ത സംഗോനഹം വാദി
ധൃതി ഉത്സാഹ സമന്വിത സിദ്ധി സിദ്ധ്യോർ നിർവികാര കർത്ത സാത്വിക ഉച്ചതേ. ഇതാണ് സാത്വിക ഗണത്തിൽ പെടുന്നവർ ചെയ്യുവന്. അതായത് ഫല അപേക്ഷ ഇല്ലാത്തവൻ, അതിൻ്റെ മാത്രം പറയാം. ഫല അപേക്ഷ ഇല്ലാത്ത വെച്ചാൽ ഫലം ആഗ്രഹിക്കാത്തവൻ. എന്തിന് ഫലം? എന്തെങ്കിലും ചെയ്താൽ കൂലി വേണമെന്ന് ആഗ്രഹിക്കത്തില്ല. ഇതെൻ്റെ കടമയാണ്, സാത്വികമാണ്. അങ്ങനെയുള്ളവരെങ്ങനെ ചിന്തിക്കൂ, മനസ്സിലാക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഞാനിത് ചെയ്യേണ്ട എൻ്റെ കടമയാണ്. ഇത് വേറെ ആരും ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ല, എൻ്റെ കടമയാണ് ഇത് ഇങ്ങനെ നന്നാക്കി ഇതൊക്കെ ഈ കർമ്മങ്ങളൊക്കെ നല്ല ശുദ്ധമായിട്ടും ശ്രദ്ധയോടെയും അത് ഫലം ആഗ്രഹിക്കാതെയും ചെയ്യണമെന്നുള്ള കടമ എനിക്കാണ് ഉള്ളത്. അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നതിന് ഒരു ഫലവും ആഗ്രഹിക്കത്തില്ല. നമ്മളിൽ ആരിലുണ്ടോ അങ്ങനെ? ഇനിയുമുണ്ട്. ഗർവില്ലാത്തവൻ, യാതൊരു അഹങ്കാരവും ഇല്ല, എപ്പോഴും വിനയവും താഴ്മയും. എന്നാ ചോദിക്കും, വേണ്ടാത്തൊരു തലയ്ക്ക് കയറി അടിക്കാൻ വന്നാൽ വിടരുത്, അത് പാടില്ല. നമുക്ക് വിനയം ഉണ്ടെന്ന് പറഞ്ഞ് എന്തും വന്ന് നമ്മുടെ തലമണ്ട നിരങ്ങാന്ന് വിചാരിക്കരുത്. അവിടെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. ന്യായമായ രീതി എന്താണെന്ന് നമുക്ക് വിനയം. ഈ ചെയ്വന എന്ത് സാത്വികന്മാർ എന്ത് കർമ്മങ്ങളും ഒരാൾക്കൊരു ദുഃഖമോ വിഷമോ വന്നാൽ അവിടെ സഹകരിച്ച് ധൃതിയിൽ തന്നെ ഉത്സാഹത്തോടെ തന്നെ ആ കർമ്മം നിർവഹിച്ച് കൊടുക്കും. ഒരു ഫലത്തിനുമല്ല. എപ്പോഴും അന്യജീവികളോട് കരുണയുള്ളവനാണ് ഒരു സാത്വികൻ. ദ്രോഹം ആരോടും ചെയ്യില്ല, ഒന്നിനെ ഉപദ്രവിക്കത്തില്ല. കണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫലത്തിനു വേണ്ടിയല്ല. അപ്പോൾ യാതൊരു അഹങ്കാരവുമില്ല, ഗർവില്ല. പിന്നെയോ ധീരനാണ്, ഉത്സാഹത്തോടു കൂടിയവനുമാണ്. എന്ത് ചെയ്യാനും ഒരു കൂലിക്കല്ലല്ലോ ചെയ്യുന്നത്, ഒരു ഫലത്തിനും അല്ല ചെയ്യുന്നത്. അവിടെ പിന്നെ വിട്ടുവീഴ്ചയില്ല, കണ്ടത് അപ്പോഴേ ധൃതിയിൽ തന്നെ ചെയ്യും. ഒരാളിപ്പോൾ റോഡിലോട്ട് വീണ് ഓടിച്ചെന്നങ്ങ് എടുക്കും, അതിനുവേണ്ടി ചെയ്തു കൊടുക്കും. അത്രമാത്രമാണ് ആ ഉള്ളത്തിലെ പിടപ്പ്. അതെന്താ? അതിലും ഇതിലും എന്താ ഉള്ളത്? ആ പരമാത്മാവല്ലേ. അതും ഞാൻ, ഇതും ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടോ? അതേസമയം മറ്റ് ഗണത്തിൽപ്പെട്ടവരാണെങ്കിലോ കാണാതെ മാറി നിൽക്കും. കണ്ടാ ചെന്ന് എടുക്കണമെന്ന് കരുതി ഒഴിഞ്ഞു മാറിപ്പോകും. എനിക്കിപ്പോൾ അതിന് കഴിയില്ല. നല്ല വഴിയാത്രക്കാരാണില്ല, വേറെ ആരും പോയി രക്ഷിക്കട്ടെ, നമ്മൾ ഇവിടാണ് ഒഴിഞ്ഞിരിക്കും. അങ്ങനെ എനിക്കിപ്പോൾ പണ്ടത്തെ ഒരു കാര്യം എനിക്ക് ഓർമ്മ, ഇപ്പോൾ പറയാൻ സമയമില്ല. അതായത് പറയുന്നില്ല, ഞാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാനവിടെ ഓടി എത്തുന്നുള്ള, രാത്രി ആയാലും എന്താ പകല, ഞാനവിടെ ഓടി എത്തും. പക്ഷേ ചിലർ പറയും നിനക്കിപ്പോൾ എന്താണ് അതൊന്നും അല്ല എന്ന് ഒഴിഞ്ഞു മാറുന്നവരുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 ഗണത്തിൽപ്പെട്ടവരുണ്ട്. അതിൻ്റെ അവസരിക്കുമ്പോൾ ഓർമ്മ വന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് സത്വ ഗുണക്കാരൻ്റെ ആ ഗണത്തിൽ പെട്ട നമ്മളാണെങ്കിൽ ഒരു ഇറമ്പ് പോലും ഒന്ന് പിടച്ചാൽ അയ്യോ അതിൻ്റെ കാലിന് എന്തോ അപകടം പറ്റിയതായിരിക്കും. നമ്മൾ തൂത്തപ്പഴങ്ങാണ്ട് ഇരുമ്പോൾ കാല് നമ്മൾ കുറേ നേരം എടുക്കാൻ പറ്റുമോ? കൈകൊണ്ടെടുത്താൽ ചത്തു പോകത്തില്ലേ ഒരു ഇറമ്പിനെ? അപ്പോൾ നമ്മളിങ്ങനെ നോക്കി വിഷമിച്ചിരിക്കുക, അയ്യോ അത് ജീവിച്ച് പോകണമേ, ആ കാലൊടിഞ്ഞു പോയോ. എത്രമാത്രം വേദനയാണ് ഒരു സത്വഗുണക്കാരൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത് അറിയാമോ? കഴിയുന്നതിനെ രക്ഷിക്കാൻ ശ്രമിക്കും. കാരണം അറിയാതെ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പാപി അല്ലാതില്ല. എപ്പോഴും നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കുമെങ്കിൽ എത്ര അണുക്കളാണ് ചാവുന്നത് നമ്മൾ അറിയുന്നു. നമ്മൾ എന്നും പാപിയാ, ദിവസേന സമയം തോറും പാപികളാണ്. അപ്പോൾ നമുക്ക് ഈ കർമ്മകാണ്ഡം അങ്ങനെയാണ്. ഇവിടെ കർമ്മകാണ്ഡത്തിൽ അലഞ്ഞികളിൽ ജന്മനാ ദുഃഖം നശിക്കയില്ല എന്നാ. നമുക്ക് ദുഃഖം നശിക്കണമെങ്കിൽ ചിന്മുദ്രാഭ്യാസത്താൽ ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ചേർന്നാലേ നമുക്ക് സുഖം കിട്ടൂ. ആ ചിന്മുദ്രയിൽ പിടിച്ച് ധ്യാനിച്ച് തപസ്സിരുന്ന് ആ ബ്രഹ്മത്തിൽ ലയിച്ചാൽ മാത്രമേ ഒക്കെ ആനന്ദം അനുഭവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്നും ദുഃഖ ദുരിതമാണ്. കർമ്മകാണ്ഡം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. ഒരു ശരി ചെയ്യുമെങ്കിൽ വേറെ ഒരു 10 തെറ്റായിരിക്കും നമ്മൾ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ട് എന്താ പറയുക, ഗർവില്ലാത്തവൻ ധീരൻ, ഉത്സാഹത്തോടു കൂടി വരും. എന്ത് ചെയ്യാനും നല്ല ധീരതയോടുകൂടി ചെയ്യും. ഒരാൾ തെറ്റ് പറഞ്ഞാൽ തെറ്റെന്ന് തന്നെ പറയും. നല്ല ധൈര്യമാണ്, അതുപോലെ തന്നെ നല്ല ഉത്സാഹവുമാണ്. കാരണം മടി പിടിച്ചിരിക്കത്തില്ല. ചെയ്യേണ്ടതിനെ അപ്പോഴേ ചെയ്ത് കാരണം സമാധാനം കിട്ടത്തില്ല. അപ്പോഴും തന്നെ ചെയ്തേ പറ്റൂ. അതല്ലെങ്കിൽ നമുക്കൊരു ഉള്ളതിലൊരു വേദനയാണ്, അയ്യോ അത് ചെയ്തില്ലല്ലോ എന്ന്. അതേസമയം ഒരു രജോ ഗുണക്കാരനോ ഒരു തമോ ഗുണക്കാരനാണെങ്കിലോ പിന്നെ എനിക്കിപ്പോൾ എന്തോ വേണം അവിടെ കിടക്കട്ടെ എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ ഒരു സത്വഗുണക്കാരൻ ഇതിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. ഇത് തന്നെ ഉണ്ടെങ്കിൽ ഇത് സത്വഗുണം തന്നെയാണ്. പിന്നെയോ എന്ത് കർമ്മം ചെയ്താലും ഫലം കിട്ടിയാലും കിട്ടിയില്ലേലും, ഇപ്പം നമുക്ക് അന്നന്ന ജീവിതമാർഗത്തിന് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യും.
ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റൂ. അന്നന്ന് കിട്ടേണ്ട കാര്യങ്ങൾ ജോലി ചെയ്ത് കൊണ്ടുവേണം നമ്മുടെ വീട് പുലർത്താൻ. കാരണം നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണെങ്കിൽ ഇവിടെ ജീവിത മക്കളുണ്ട്, ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, എല്ലാവർക്കും വേണം. അതുകൊണ്ട് എല്ലാത്തിനും ആവശ്യവും ഉണ്ട്. എന്നാലും മനസ്സിനകത്തൊരു കർമ്മം ചെയ്യുമ്പോൾ ഫലം കിട്ടിയില്ലല്ലോ എന്ന് കരുതിയോടെ ഒരു വികാരവുമില്ല, ഒരു വിഷമവുമില്ല. എന്നുവെച്ചാൽ ഫലം ആഗ്രഹിക്കുന്നില്ല. അത്ര സന്തോഷമാണ്, ഉള്ളത്തിൽ സന്തോഷമാണ്, മറ്റുള്ളവരോടങ്ങ് സന്തോഷമാണ്. ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു, അത് ഫലേശ കൂടാതെ തന്നെ ചെയ്യുന്നു, ആനന്ദത്തോടുകൂടി തന്നെ ചെയ്യുന്നു, ഉള്ളത്തിൽ പരമാത്മാവ് അങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പോൾ പിന്നെ കിട്ടുന്നെങ്കിൽ വാങ്ങിക്കും, അത് കിട്ടിയില്ലെന്നും പറഞ്ഞൊരു ദുഃഖമൊന്നുമില്ല, ഒരു വികാരവുമില്ല. അതാണ് ഒരു സാത്വിക ലക്ഷണം. അത് അത്രയ്ക്ക് അങ്ങോട്ട് ആയവർക്കേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് അത് നമ്മളൊരു കൂലിക്ക് ചെല്ലുന്ന ജോലിക്ക് അവർ തരുമല്ലോ. പിന്നെ അല്ലാതെ ചിലപ്പോൾ ഒരു പ്ലാവിലെ പോലും ഒന്ന് എടുത്ത് കമത്തി വെക്കണമെങ്കിൽ കൂലിയില്ലാതെ ഒന്നും ആരും ചെയ്യത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ഇന്ന് എന്തൊരു വയ്യാത്ത ഒരു വല്യമ്മയ്ക്കായാലും ഒരു മക്കളെ അതൊന്നും എടുത്ത് അവിടെയും കൂലിയാണ്. അതേസമയം ഒരു സത്വഗുണക്കാരൻ അങ്ങനല്ല ചെയ്യുന്നത്, ഉപകാരം എല്ലാവർക്കും ചെയ്യും, കൈ അറിയും. കാരണം ഒന്നും കിട്ടിയില്ലേലും ഫലം ആഗ്രഹിക്കാതെ എന്തും ചെയ്തു കൊടുക്കും. ഒരാൾ വീണാൽ അപ്പോഴെഴുന്നേറ്റ് എടുത്തിട്ട് വണ്ടിയെ പിടിച്ച് കൊണ്ടുപോയി അയാളെ കയ്യിൽ നിന്ന് തന്നെ ചിലവാക്കിയെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സത്വ ഗുണക്കാരനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കണ്ടില്ല എന്നും പറഞ്ഞ് അടിച്ച് മാറിക്കളയും. കണ്ടാലെന്തോരും കൂടെ പോകണം, വണ്ടി വിളിക്കണം, കാശ് ചിലവുണ്ട്, ഇങ്ങനെയൊക്കെ മാറി ഒഴിഞ്ഞു പോയിക്കളയും. ഒരു സാത്വികകാരന് നടക്കത്തില്ല, ഹൃദയം വേദനിക്കും. കാരണം എൻ്റെ ദുഃഖമാണ് അവരുടെ ദുഃഖം, അവരുടെ ദുഃഖമാണ് എൻ്റെ ദുഃഖം, രണ്ടും ഒന്ന് തന്നെ എന്നറിയുന്നവനാണ് ഒരു സാത്വികൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇത് ഏത് ഗണത്തിലാണ്, ഈ സാത്വിക ഗണത്തിലാണോ? അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു കർത്താവ് ആരായാലും അവൻ സാത്വിക ഗണത്തിൽ പെട്ട ഗണം. ഇനി നമുക്ക് സാത്വിക ഗണത്തിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുക. ഇത് നമ്മൾ എത്ര പേരിങ്ങനെ ഉണ്ട്, എല്ലാം ഇപ്പോൾ ഒത്തോണം അങ്ങ് വരണമെന്നില്ല, എങ്കിലും നമുക്ക് തീരുമാനിക്കാം എനിക്കിതിൽ ഏറെക്കുറെയൊക്കെ ഉണ്ട്, നമുക്ക് ഇനി ബാക്കിയും കൂടെ എനിക്ക് ഭഗവാനെ എനിക്കും ഈ പറഞ്ഞതുപോലെ ഇതല്ല ഇനി ഒരുപാട് നമ്മൾ ഓരോ ഖണ്ഡികയിൽ കുറച്ച് മനസ്സിലാക്കുന്നത് എന്തെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കും ഇങ്ങനെ ആകണം, നമുക്കും ഒരു ഭക്തനായി ഭഗവാന്റെ വേല ചെയ്യണം, യാതൊരു ആഗ്രഹവും കൂടാതെ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം. എല്ലാ ജീവജാലങ്ങൾക്കും രക്ഷയ്ക്ക് വേണ്ടി അവർക്കുള്ള ദുഃഖത്തിൻ്റെ അതിൻ്റെ ഒരു പാത്രമായി നമ്മളെല്ലാം ഒക്കെ ചെയ്തു കൊടുക്കണം. ഇതൊക്കെയാണ് ഒരു സാത്വിക ഗണത്തിൽപ്പെട്ടവരുടെ ശീലം. നമുക്ക് 27ാമത്തെ ശ്ലോകം വായിക്കാം. അത് രാജസ ഗണത്തിൽപ്പെട്ടവരെയാണ്. അതായത് ആർത്തി പിടിച്ച് കിട്ടിയത് പോരാ ഇന്നൊരു 10 രൂപയുടെ ജോലി ചെയ്തെങ്കിൽ നാളെ എനിക്കൊരു 20 രൂപയുടെ ജോലി ചെയ്യണം, ആക്രാന്തോ കർമ്മം ചെയ്തെങ്കിലല്ലേ കൂലി കിട്ടൂ. ആക്രാന്തം പിടിച്ചുള്ള കൂലിയൊക്കെ അതിനു വേണ്ടി ആഗ്രഹിച്ചാണ് അവരുടെ രീതി. ഈശ്വരനെ അറിയാനും സമയമില്ല, കർമ്മം ചെയ്ത് എനിക്ക് ഇതൊന്നും കേൾക്കാനും സമയമില്ല, പ്രാർത്ഥിക്കാനും സമയമില്ല, വിളക്കത്തിക്കാനും സമയമില്ല, എനിക്ക് ജോലി, ഒരിക്കലും ജോലി തീരത്തില്ല. എന്താ അത് ആർത്തി പിടിച്ചിരിക്കുക. അതുകൊണ്ടാണ് എന്നാൽ ഈശ്വരനിലേക്ക് ലയിക്കാൻ വേണ്ടിയുള്ള ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഭഗവാൻ കുറച്ച് കൊടുക്കും. അതിന് താല്പര്യമില്ല, ഭഗവാനെ അറിയാൻ താല്പര്യമില്ല. രജഗുണക്കാർ അങ്ങനെയാണ്. എന്താ നമുക്ക് വായിക്കാം. 27ാമത്തെ ശ്ലോകം. രാഗീ കർമ്മഫലപ്രേപ്സുർ ലുബ്ധോ ഹിംസാത്മകോ അശുചി ഹർഷശോകാന്യുത കർത്ത രാജസ പരികീർത്തിത. ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്താണ് ജോലി ചെയ്യുന്നത്, ആ ജോലിയിൽ അമിത രാഗമുള്ളവനും, സ്ഥിരമായിട്ട് നമുക്കൊരു ജോലിയൊക്കെ ഉള്ളവരുണ്ടല്ലോ, അല്ലെങ്കിൽ പല കർമ്മങ്ങൾ ചെയ്തിട്ട് കാശ് വാങ്ങിക്കാൻ പല ജോലിക്കാണ് ഇന്ന് എല്ലാവരും പോണത്. ആർത്തി പിടിച്ച എന്ത് ജോലിയും കിട്ടിയാൽ എന്തിനാ, ഇന്ന് കിട്ടിയത് പോരാ, ഇഷ്ടംപോലെ സമ്പാദിക്കണം, ഇങ്ങനെ കിട്ടിയത് പോരാ, ഒരിക്കലും നിറയത്തില്ല. അവർക്ക് ഒരിക്കലും താല്പര്യം, അവർക്ക് തൃപ്തി വരത്തില്ല. ഈ ചെയ്തത് പോരാ. അതാണ് എന്താ പറയുക, ചെയ്യുന്ന കർമ്മങ്ങളിൽ അമിത രാഗം, അത്രത്തോളം ഇനിയും ചെയ്യണം, അമിതമായ രാഗമാ, ആഗ്രഹമാ, ചെയ്യുന്നത് പോരാന്ന്. എന്നിട്ട് കർമ്മഫലത്തോട് ആസക്തിയുണ്ട്. കർമ്മഫലത്തോട് ആസക്തി ഉള്ളതുകൊണ്ടാണല്ലോ ഈ കർമ്മങ്ങൾ ഇങ്ങനെ കൂട്ടി ചെയ്യുന്നത്, ആസക്തി പെരുത്ത് ചെയ്യുന്നത്. കർമ്മഫലം എന്താണ്, എത്ര കൂലി കിട്ടിയാലും എത്രത്തോളം എന്തിനു വേണ്ടിയോ ഒരിക്കൽ വെക്കുക. കർമ്മങ്ങൾ ഇങ്ങനെ ആർത്തിവിടെ ചെയ്യുകയും ചെയ്യും, സമ്പാദിച്ചിങ്ങനെ വെക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയാണെന്നൊന്നും അവർക്കതാണ് താല്പര്യം. എന്നാൽ കുറച്ച് ഇതൊന്നും ആരും എങ്ങും കൊണ്ട് പോവില്ല, നമുക്ക് ഇത്രയ്ക്ക് ആവശ്യമില്ല. ഞാൻ ഈ സാധാരണക്കാരുടെ കാര്യമല്ല, സാധാരണക്കാർ അന്നന്ന് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇത് അല്ലാതെ കുറേ തലമുറകളോളം
ജീവിതമാർഗത്തിന് വേണ്ടി അധ്വാനിച്ച് വെക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അല്ലാതെ സാധാരണക്കാരെയോ ഞങ്ങൾക്ക് പോലും തികയുന്നില്ല, അന്നന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്, അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ജോലിക്ക് കൂലിയും വേണം. എന്നാലും ഇത് അമിതമായ രാഗം, അത്രമാത്രമാണ്. കർമ്മം ചെയ്ത് അങ്ങനെ പോരാ, കിട്ടിയ കൂലി പോരാ, അതിനേക്കാളും ചെയ്യണം ചെയ്യണം ചെയ്യണം. കർമ്മഫലത്തോട് ആസക്തിയുള്ളവനും അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നവനുമാണ്. അന്യൻ്റെ മുതലും വേണം. അന്യൻ്റെ മുതൽ എങ്ങനെയും കിട്ടാമെങ്കിൽ അത്രയും നല്ലതാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിത് ഈ യൂട്യൂബിലെ കണ്ടതാണ്. അന്യൻ്റെ മുതൽ വെറുതെ അങ്ങ് എടുക്കത്തില്ല, പക്ഷേ കൃഷി ചെയ്ത് എടുക്കുന്ന ഒരു കാര്യം പറയാം. അങ്ങനെ ഇന്ന് എല്ലാവരും അങ്ങനെ തന്നെ, പല പല കൃഷികളാണ്. ഞാൻ കണ്ട കാര്യം പറയാം. ഒരു കൃഷിക്കാരൻ്റെ കയ്യിൽ, ഒരു കയ്യിൽ അദ്ദേഹം കൃഷി ചെയ്ത വാഴപ്പഴം, പൂവമ്പഴം, മറ്റേ കയ്യിൽ വേറൊരു കൃഷിക്കാരൻ ചെയ്ത പൂവമ്പഴം. അപ്പോൾ ഒരു കയ്യിലിരിക്കുന്ന പൂവമ്പഴം വെടിച്ച് കീറി വണ്ണിച്ച് വലുതായി ഇരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു സാധാരണ പൂവമ്പഴത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം അത് കാണിച്ചത് എന്താണ്, ഈ വാഴക്കൂമ്പ് ഒടിച്ചിട്ട് അതിൽ അമോണിയം ഒക്കെ ഇട്ട് കെട്ടിവെക്കും. ഈ അമോണിയം എന്ന് പറഞ്ഞൊരു ഒരു ഇതാണ്, വണ്ണിപ്പിക്കും, വെയിറ്റ് കൂടിപ്പിക്കും. അപ്പോൾ അത് കെട്ടിവെച്ചിട്ട് ഈ കായങ്ങ് വണ്ണിച്ച് കൊല തൂക്കുമ്പോൾ എന്താണ് കടക്കാർ, അപ്പോൾ 10 കിലോ വെയിറ്റുള്ള ഒരു കൊലയ്ക്ക് 20 കിലോ വരെ തോന്നിക്കും. അത്രമാത്രമുള്ള രീതിയിലാണ് ചെയ്തു വെക്കുന്നത്. എന്തിനു വേണ്ടിയാ? അന്യൻ്റെ മുതലിനെ ആഗ്രഹിക്കുന്നത്. ഈ കൊല വെക്കുമ്പോൾ ആരെങ്കിലും സാധുവായ പാവങ്ങളല്ലേ വാങ്ങിച്ച് കഴിക്കുന്നത്? ഇത് വിഷമല്ലേ കഴിക്കുന്നത്? പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല. അനുഭവം ഞാൻ പറയട്ടെ. എൻ്റെ മകൾ ഇന്നാൾ വന്നപ്പോൾ പൂവമ്പഴവും ഞാനിപ്പൂവമ്പഴവും കൂടെ കൊണ്ടുവന്ന്, ഇവള് കൊണ്ടുവന്നിട്ട് അവളങ്ങ് അങ്ങ് എറണാകുളത്ത് പോവുകയും ചെയ്തു. ഈ പഴം ഇവിടെ ഇരുന്നിട്ട് ഒരെണ്ണം അന്ന് ഇച്ചിരി പഴുക്കാണ്ടായിരുന്നു. പിറ്റേന്ന് നോക്കിയപ്പോൾ എന്തുവാ, അങ്ങ് വണ്ണിച്ച് പിളർന്നപ്പോൾ അങ്ങ് വല്ലാതിരിക്കുന്നു. ഞാൻ അറിയുന്നു ചവച്ചപ്പോഴോ അത് പഴമാണ് ചവയ്ക്കുന്നത്, എന്തോ ഒരു പുളിപ്പോ ഏതാണ്ട് പോലെ. അത് പഴമായിട്ടല്ല വായിലിട്ട് വെച്ചത്. അന്നേരം ഇത് മൊത്തത്തിൽ എടുത്ത് കളയുക. ഇത് കാക്ക പോലും കാക്ക തിന്നത്തില്ല, അല്ല കിളികളൊക്കെ തിന്നാൻ കഷ്ടമല്ലേ. പക്ഷേ ഈ അമോണിയാണെന്ന് അറിയുന്നു. ഇദ്ദേഹം യൂട്യൂബിൽ പറഞ്ഞു, ഇതിനകത്ത് അമോണിയം ഈ വാഴക്കൂമ്പ് ഒടിച്ചിട്ട് അതിൻ്റെ അറ്റത്ത് വെച്ച് കെട്ടും, ഇല്ല കറയും ഇവിടെ ചേർന്ന് ഈ കറയിൽ കൂടി ഇതങ്ങ് ചെല്ലും. അങ്ങനെ വണ്ണിക്കും. ഈ വാങ്ങിക്കുന്നതിന് തിന്നാൻ പറ്റൂ? അഥവാ തിന്നാൻ പറ്റത്തില്ല. അഥവാ ഇത്രയും കാശ് കഷ്ടപ്പെട്ടതല്ലേ എന്നും തിന്നാലോ കുടലിന് അസുഖം വരത്തില്ലേ? അപ്പോൾ അന്യൻ്റെ മുതൽ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? ഇങ്ങനെയാണ്. എന്തെല്ലാം കൃത്രിമങ്ങൾ ചെയ്താണ്, അല്ലാതെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയെന്നല്ല അതിനർത്ഥം. ഇങ്ങനെ വല്ലവനെയും എങ്ങനെയെങ്കിലും കഷ്ടപ്പെടുത്തി ഇവനൊക്കെ എന്തൊക്കെ ചെയ്ത് വച്ചിട്ട് അവരുടെയൊക്കെ കാശ് തപ്പുന്നത് ഇങ്ങനെയാണ്. മറ്റുള്ളവൻ്റെ അവന് ഫലത്തിന് കൊടുക്കുന്ന തിന്നാൻ കൊള്ളാമെങ്കിൽ പോട്ടെ, തിന്നാൻ കൊള്ളത്തുമില്ല, രോഗവും ഉണ്ടാക്കി വെച്ചിട്ട് ഇവൻ കൊണ്ടുപോയി നന്നായി സൂഹിക്കും. പക്ഷേ ഇത് നിലനിൽക്കുമോ? അവൻ ഇരട്ടിക്ക് 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 കണക്ക് പറയേണ്ടി വരും എന്ന് അവൻ അറിയുന്നില്ല. ഇതാണ് ഇന്നത്തെ ഈ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്ന കാര്യം ഞാനീ പറഞ്ഞത്. ഈ രജോഗുണക്കാരൻ അങ്ങനെ രാജസം. അപ്പോൾ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നവനും മറ്റുള്ളവർക്ക് ഉപദ്രവകാരിയും. ഇത് ഉപദ്രവമല്ലേ? മറ്റുള്ളവർക്ക് ഉപദ്രവം, ഇത് ഉപദ്രവമല്ലേ? ഈ തിന്നുന്നവൻ അറിയുന്നു, ഒരു പഴം പോലും തിന്നാൽ അവൻ്റെ വയറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ അസുഖം ഉണ്ടാവില്ലേ? എത്രമാത്രം രോഗത്തിന് ചികിത്സിച്ചാൽ പറ്റും? കാശുണ്ടാക്കണ്ടേ? അപ്പോൾ എത്രമാത്രം അന്യനെ ഉപദ്രവിക്കുക ഈ രാജസ കർമ്മം ചെയ്യുന്നവൻ. അപ്പോൾ അത് ശരിയാണോ? നമ്മൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ മഹാപാപമാണ്. അത് കഴിഞ്ഞ ജന്മം കൊണ്ടുവന്ന പാവം ചുമന്നുകൊണ്ട് വന്നതാണ്. അത് നമുക്ക് തിരുത്തി മാറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും, ഇതെന്നല്ല, എന്തെങ്കിലും ഇങ്ങനെ ചെറുതായ കാര്യം തന്നെ മതി. ഇത് മറ്റുള്ളവർക്ക് കഴിക്കാനല്ലേ, അവിടെ അതൊക്കെ അങ്ങനെ പാടില്ല. നമ്മൾ കഴിക്കുന്നത് എന്ത് വെടുപ്പും ശുദ്ധിയാണോ അതേ മറ്റുള്ളവർക്ക് കൊടുക്കാവൂ എന്നാണ് ഒരു സത്വഗുണക്കാരൻ ചെയ്യേണ്ട കർമ്മം. ഇവിടെ മഹാപാപം. ഇതിൽ കൂടി ഇത് ഒരു മൃഗത്തിനെ കൊല്ലണമെന്ന് തന്നെ വേണ്ട. എല്ലാവരും പറയുന്നത് കൊല്ലല്ലേ കൊല്ലല്ലേ, പക്ഷെ ഇത് കൊല്ലുമല്ലേ, അന്യനെ കൊല്ലുമല്ലേ. എത്ര എണ്ണോ ചാവുന്നത് ഇങ്ങനെ കാണിച്ച് എത്ര ഇതുപോലെ ഓരോരുത്തർ ചെയ്താൽ ഇന്ന് ലോകം മൊത്തം എന്താ ഇപ്പോഴത്തെ അസുഖങ്ങൾ പറയാൻ പറ്റുന്ന അസുഖമാണോ? നമുക്ക് വാഗൊണ്ട് പറയാൻ പറ്റാത്ത രോഗങ്ങളല്ലേ, പേടിയല്ലേ ഇത് പറയാം. അപ്പം എന്താ കാരണം? അന്യനെ ഉപദ്രവിക്കുന്ന ഇങ്ങനെയാണ്. ഒന്നും ലോകം മൊത്തം ഇങ്ങനെ നടക്കുന്നത്. ഈ ചെയ്യുന്നതൊന്നും കണക്ക് പറയാതെ പോവില്ല. ഈ ചെയ്യുന്നതൊക്കെ ഈ ജന്മം അല്ലെങ്കിൽ വരും ജന്മങ്ങൾ എടുത്തടിച്ച് ഇവനൊക്കെ അനുഭവിക്കാതെ എങ്ങും പോവില്ല. അന്ന് അവന്മാർക്ക് മനസ്സിലാകത്തില്ല. അവിടെ കിടന്ന് നരകിച്ച് കിടന്ന് ഇഷ്ടാറ എണ്ണി കഷ്ടപ്പെടുമ്പോൾ അവനകത്ത് അറിയേയില്ല ഇത് കഴിഞ്ഞ ജന്മം ചെയ്ത പാപമാണെന്നിട്ട് അറിയാനും പറ്റില്ല. കാരണം വിവരം ഇല്ലല്ലോ.
ആധ്യാത്മികമായി ഇതൊക്കെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലേ മനസ്സിലാവൂ. രാമായണമോ ഭാഗവതമോ ഭഗവതമോ ഇതിൻ്റെയൊക്കെ പഠിച്ച് മനസ്സിലാക്കാത്തത്തോളം കാലം എങ്ങനെ അറിയും? ഇന്നും ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമോ? എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ ത്രാണിയുണ്ടോ? പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെയാ, എനിക്കിങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് എന്നാ പോണത് എന്ന് ചിന്തിച്ച് ധിക്കരിക്കുന്നവരാണ് ഇന്നത്തെ ജനങ്ങളല്ല. അതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കി സത്വഗുണത്തിലേക്ക് പോകുന്ന ഭക്തമക്കൾ വിചാരിക്കണം, ഒന്നുകൊണ്ട് ഒരു തെറ്റും ആർക്കും ചെയ്യരുത്, ഒരു ജീവജാലത്തിന് പോലും ചെയ്യരുത്. നമ്മൾ നമ്മെപ്പോലെ തന്നെ എല്ലാവരെയും കാണണം. നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെയാണോ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങൾ എങ്ങനെയാണോ അതിൽ സത്യസന്ധമായി ഇരിക്കണം എന്ന് ചിന്തിക്കണം. രാജസക്കാരുടെ കർമ്മം ഇങ്ങനെ അല്ല. ഞാൻ എടുത്തു പറഞ്ഞത് സത്വം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാ? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഇവിടെ രാജസത്തിന്റെ മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ എൻ്റെ ഭക്തമക്കൾ മനസ്സിലാക്കണം, രാജസ ഗുണത്തിന്റെ തിന്മയും സാത്വികന്റെ നന്മയും തിരിച്ചറിയാൻ വേണ്ടിയാണ് രണ്ടോടെ ചേർത്ത് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഭക്തൻ എന്ത് ചിന്തിക്കണം? ഇങ്ങനെ പാടില്ല, ഈ ദ്രോഹം പാടില്ല, അന്യന്റെ മുതൽ നമുക്ക് വേണ്ട, നമുക്ക് നേരായി വരുന്ന കർമ്മം ചെയ്ത് കിട്ടിയാൽ മതി. ഉള്ളത് തൃപ്തിപ്പെടാൻ എങ്ങനെ തൃപ്തിപ്പെടണം? ഭഗവാനിൽ നമ്മൾ അത്രത്തോളം പ്രാർത്ഥിച്ച് ഈശ്വരനിൽ ചേർന്ന് ലയിച്ചാൽ നമുക്ക് എല്ലാം തൃപ്തികരമാണ്. നമുക്ക് ഉള്ളതിനെ മറ്റുള്ളവർ കൊടുക്കാൻ പറ്റാൻ തികഞ്ഞ അധികം വരും. അത് അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവാനിൽ ചേരുക, ഭഗവാനെ നമ്മൾ അനുഭവിക്കുക. ഈശ്വരൻ നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഭഗവാനായി മാറുക. ആ പരമാത്മാവ് നാം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്തെല്ലാം മനസ്സിലാവാനും ഇതെല്ലാം കർമ്മത്തിൻ്റെ ശുദ്ധിയും അശുദ്ധിയൊക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റുകയും ചെയ്യും. ഇതെല്ലാം അനുഭവിച്ചറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ഇനി ഒരു ശുചിത്വം പോലും ഇല്ല, അശുചിയാണ് ഈ രാജസ. പിന്നെയോ സർവർക്കും ഉപദ്രവകാരി, ലുബ്ധനാണ്. പിന്നെ ദുഃഖവും സന്തോഷവും മാറി മാറി അവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഈ രാജസകർമ്മ ഉള്ളവരെ എപ്പോഴും ദുഃഖ ദുരിതങ്ങളാണ്, മാറി 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 ഇങ്ങനെ വരും. കർമ്മദോഷം കഴിഞ്ഞ ജന്മത്തെ കൊണ്ടുവന്ന വാസനകളാണ്. അതിൻ്റെ കൂടെ ഏറി ഏറി ഈ ജന്മം കൂടെ ചെയ്ത് കൂട്ടി കൂട്ടി വയ്ക്കുമ്പോൾ ദുഃഖം വന്നാൽ അതിഭയങ്കരമായ താങ്ങാൻ പറ്റുന്ന ദുഃഖം വരും. ഇടകലർന്ന് 2 ദിവസം സുഖമെങ്കിൽ 10 ദിവസമായിരിക്കും ദുഃഖം വരുന്നത്. ഇങ്ങനെ കഷ്ടപ്പെടുത്തും. ആര് കഷ്ടപ്പെടുത്തുന്നത്? അവനവൻ തന്നെയാണ്. അവനവൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ്, വേറെ ആരുമല്ല വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും അറിഞ്ഞ് ചെയ്യാതിരിക്കുക. നമ്മൾ പാപം ഒരിക്കലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ തിളപ്പിച്ച വെള്ളം കുടിക്കുമെങ്കിൽ അതിൽ ഒരുപാട് ജീവാണുക്കളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്നും പാപം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ അറിഞ്ഞൊരു ദ്രോഹം ചെയ്യാതിരിക്കുക. ആർക്കും ഒരു ജീവജാലത്തിന് പോലും ദ്രോഹം ചെയ്യരുത്. അത് രാജസ സ്വഭാവമാണ്. അങ്ങനെ ആണെങ്കിൽ നമുക്കത് മാറ്റിപ്പിടിച്ച് നല്ല ഒരു സാത്വിക സ്വഭാവമായി മാറണം. അപ്പോൾ നമുക്ക് രാജസം നമുക്ക് വേണ്ട. ഇങ്ങനെ ആരുടെയും മുതലും വേണ്ട, അന്യനെ ഉപദ്രവിക്കാനും വേണ്ട, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുകയും വേണ്ട. ഒരു കൊലയ്ക്കകത്തൂടെ ഇത്രയും ചെയ്ത് ഒരു 2 കിലോ തൂക്കം കൂട്ടി ഈ ചെയ്തവൻ ഇതിനേക്കാൾ ഇരട്ടി കൊടുക്കേണ്ടി വരത്തില്ലേ? അവൻ ചിന്തിക്കുന്നു. അതിന് കണക്ക് പറയേണ്ടി വരത്തില്ലേ? ഇങ്ങനെ ദ്രോഹം ചെയ്താൽ ഇതുപോലെ എല്ലാ ഉദാഹരണം പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ചെയ്ത സത്യസന്ധമായ കർമ്മങ്ങൾ, ഒരു അപകടം പെടുത്താത്ത കർമ്മങ്ങൾ, അതാണ് ഒരു സാത്വികന് വേണ്ടത്. ഈ രാജസം നമുക്ക് വേണ്ട മക്കളെ, പോട്ട്. പിന്നെ നമുക്ക് 28ാമത്തെ ശ്ലോകത്ത് ചെല്ലാം. അത് താമസന്മാരുടെ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊക്കെ മെച്ചം എന്താണ്? സാത്വിക ഗണത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ എന്തായി തീരണം? നമ്മൾ എപ്പോഴും സൽക്കർമ്മങ്ങൾ തന്നെയായിരിക്കണം. പിന്നെ നാം ആരായി മാറണം? ആ പരബ്രഹ്മം നാം തന്നെയേ അങ്ങനെ ഈ കർമ്മങ്ങളെല്ലാം സത്യസന്ധമായി ഇങ്ങനെ വന്ന് ഭഗവത് ഭക്തിയും ഈ കർമ്മങ്ങളും എല്ലാം നന്നായി വരുമ്പോഴാണ് നാം അതായി മാറുന്നത്. എന്ത്? തത്വമസി. ഈ കർമ്മങ്ങളെല്ലാം പരമാത്മാവിൻ്റെ സൽക്കർമ്മങ്ങളെല്ലാം അവിടേക്കുള്ളതാ. ആ പരമാത്മാവ് എപ്പോഴും സത്യമാണ്, ഈശ്വരൻ സത്യമാണ്. സത്യത്തിൻ്റെ ആര് മുറുകെ പിടിക്കുന്നു അവർക്ക് അതാകും, ആ തത്വമസി ആയി മാറും. നാം അതായി മാറും. അല്ലാതെ നമ്മൾ എങ്ങനെ മാറും? നമ്മുടെ പ്രവൃത്തിയിലൊക്കെ ഇരിക്കുക, എല്ലാം നന്മ കൊണ്ടായിരിക്കണം, ഒരു ദ്രോഹം പാടില്ല. ഇന്ന് എല്ലാവരും പറയാം കോഴിയെ കൊന്നു തിന്നൂടാ, അത് പാപം. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പാപമാണ്. ഈ കുലയ്ക്കകത്ത് ഈ ഒരു വാഴക്കുലയിൽ മെച്ച അമോണിയം കഴിച്ചാൽ ആ കുലയിലിരിക്കുന്ന കാ വാങ്ങിച്ചാൽ എത്ര പേരാണ് രോഗം വന്ന് മരിക്കുന്നത്? അപ്പോൾ ഒരുത്തൻ ചെയ്യുന്ന ആ അമോണിയം വെച്ച് കെട്ടുന്നത് എത്രമാത്രം പാപമാണ്, ഇതാരെങ്കിലും പറയുന്നു? അപ്പോൾ ഈ ലോകം, ഈ കർമ്മകാന്ഡം നന്മ തിന്മ കൊണ്ട് നിറഞ്ഞതാ. പക്ഷേ ഒന്നും അമിതമാകരുത്. തിന്മ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു ദുഷ്കർമ്മം ചെയ്യുന്നവൻ ഒരുപാട് പേരുടെ ജീവനെ എടുക്കുന്നത് അത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കണം.
നമ്മൾ തിന്നുന്നത് സൂക്ഷിക്കണം, നമ്മൾ ചെയ്ത കർമ്മത്തെ സൂക്ഷിക്കണം. നമ്മൾ തിന്നുമ്പോൾ ശ്രദ്ധിക്കണം, ഈ മേടിച്ച തിന്നുന്നത് ഭഗവാനെ ഇതിലെന്താണ്, ഇത് ഏത് വിഷമാ, എന്തെല്ലാം വിഷമാ. ആ നമ്മൾ മുളകും എല്ലാം അത് തന്നെയാണ്, മൊത്തം അത് തന്നെയാണ്. ഇന്നത്തെ ലോകമേ ഇതാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് ചെയ്തുകൂടാ. നമ്മളെ കർമ്മം ശുദ്ധമായിരിക്കണം, നല്ല ശുചിത്വമുള്ളതായിരിക്കണം. ആർക്കും അശുചി കൊടുക്കരുത്, നല്ലത് തന്നെ ആയിരിക്കണം. ഒരു നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല വാക്ക്, ഇതൊക്കെ ശുദ്ധ സത്യവും ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താവാൻ പറ്റൂ, ആ പരബ്രഹ്മമായി മാറാൻ പറ്റൂ, അഹം ബ്രഹ്മാസ്മയായി മാറാൻ പറ്റൂ. ആ കർമ്മത്തിലൊക്കെ അത്രമാത്രമാണ് ഈ കർമ്മകാണ്ഡത്തിൽ കിടന്ന്, കർമ്മകാണ്ഡത്തിൽ അലഞ്ഞീടിൽ ജന്മനാ ദുഃഖം നശിക്കുകയില്ല. നമ്മൾ ഒരിക്കലും ദുഃഖം നശിക്കാതെ ഇവിടെ കിടന്ന് ഇഷ്ടാറ എണ്ണി അന്ധകാരത്തിൽപ്പെട്ട് കിടക്കും. വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഇങ്ങനെ കിടക്കാനേ പറ്റൂ. അതാണ് ഈ ലോകം അങ്ങനെയാ. അതിൽ നിന്ന് കരകയറണമെങ്കിൽ സൽക്കർമ്മങ്ങളും, അതായത് ഈശ്വരാരാധനയും സൽപ്രവർത്തികളും സത്യത്തിൻ്റെ മുറുകെ പിടിക്കുകയും നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു സാത്വികനായി തന്നെ വളർന്ന് നമ്മളങ്ങനെ ആയാൽ മാത്രമേ നമുക്കത്, അല്ല വെറുതെ കിട്ടുന്ന ഒന്നല്ല ഈ തത്വമസി, അഹം ബ്രഹ്മാസ്മി ആവുക, ആ പരമാത്മാവി നമ്മൾ മാറുക. ആ പരബ്രഹ്മം നാം തന്നെയാണെന്ന് അതായി വരുമ്പോഴാകുന്നത്. അല്ലാതെ വെറുതെ ഞാൻ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആവത്തില്ല. നമ്മുടെ എല്ലാ പ്രവർത്തികളും എല്ലാത്തിലും കൂടെയാണ് നമ്മൾ, എല്ലാം ശരിയായി വരുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. അതിന് കുറേ പ്രയത്നം വേണം, വെറുതെ കിട്ടുന്നതല്ല ഈ ജ്ഞാനം. നമുക്കിന്ന് ഇനി താമസനെ പറ്റി എന്താ, 28ാമത്തെ ശ്ലോകത്തില് അയുക്ത പ്രാകൃത സ്തബ്ധ ഷഠോ നൈഷ്കൃതിയോ അലസ വിഷാദി ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യതേ. പക്വമായ മനസ്സില്ലാത്തവൻ, ആ 90 വയസ്സായാലും പക്വതയില്ല, കണ്ടെടുത്ത് വെച്ച് എങ്ങനെയില്ലെങ്കിൽ കഴിഞ്ഞുകൂടും, എന്തും ചെയ്യാൻ തയ്യാറാണ്, ഒന്ന് ചിന്തിക്കത്തില്ല. ഏത് കിളവനായാലും അയാൾ പഠിച്ചു വെച്ചേക്കുന്നത് എന്താണ്, എപ്പോഴും പക്വത, ഒരറിവില്ലാത്ത ചെയ്യുവാനാ. ഇന്ന കർമ്മം ചെയ്ത ഇന്ന ദോഷമാണ് ചിന്തിക്കത്തേയില്ല. അന്ന് ചെയ്തത് പിന്നെ കുളമാക്കി വെച്ചാലോ അതിൽ വിഷമവും ഇല്ല. ഇതിപ്പോൾ ഇങ്ങനെ അതങ്ങനെ തീർന്നു, എന്നാൽ അയ്യോ അത് തെറ്റെന്നുള്ള ചിന്ത വരത്തില്ല. വീണ്ടും അത് തന്നെ അങ്ങനെ തെറ്റുകളാ. ഇല്ല മരമണ്ടം മല്ലനോട് ഇത് ചെയ്യല്ലേ, അടുത്തത് വേറെ ചെയ്യും. ഇതാണ് ഒരു പക്വതയില്ല. അതൊക്കെ കുട്ടികൾ എങ്ങനെയാ, എന്ത് തെറ്റ് ചെയ്താലും അവർ വീണ്ടും നമ്മൾ തെറ്റിലേക്ക് തന്നെ പോകുന്നത് പോലെ, അറിവില്ല. അതുപോലെയാണ് ഒരു താമസക്കാരൻ, പക്വമായ മനസ്സില്ലാത്തവനാണ്, സംസ്കാരവും വിനയവും ഇല്ലാത്തവൻ, കുടിലമായ മനസ്സോടുകൂടിയവനാ. അപ്പോഴോ യാതൊരു സംസ്കാരമില്ല, വിനയമില്ല, അഹങ്കാരമാണ്. ഒരു കർമ്മം ചെയ്താൽ അത് കൊള്ളില്ല എന്നാലും പറഞ്ഞാൽ കേൾക്കൂ, ആ പറയുന്നവരിട്ടിട്ട് അടിക്കും. ആ സ്വഭാവക്കാരാണ് ഈ താമസ ഗണത്തിൽപ്പെട്ടവര്. ഇത് ഇന്ന കർമ്മം ചെയ്താൽ കൊള്ളില്ല, അത് പാപമാണ്, അല്ലെ അത് ഇന്നത് ദോഷമാണ്, അത് ഇന്ന രീതിയിൽ ആയിപ്പോകും, അത് പാടില്ല എന്ന് പറഞ്ഞാൽ അനുസരണ എന്ന് പറഞ്ഞേ ഇല്ല. ചില കുട്ടികൾ അങ്ങനെയല്ലേ, എത്ര പറഞ്ഞാലും കേൾക്കില്ല. താമസ ഗുണത്തിൽപ്പെട്ട അങ്ങനെയാണ്. അതുകൊണ്ട് പക്വമായ നല്ല മുതിർന്ന ഒരു മനസ്സ്, ഇന്നത് ചെയ്തുകൂടാ ഇന്നത് ചെയ്യാം എന്നൊരു പക്വതയില്ല, കണ്ടതുപോലെ ചെയ്യുക. അതുകൊണ്ട് അങ്ങനെയുള്ള മനസ്സില്ലാത്തവൻ സംസ്കാരവും വിനയുമില്ല. ഒരാൾ പറഞ്ഞു കൊടുത്താൽ അവരെ തള്ളിട്ട് അടിക്കാൻ പോകും. ഞാനിപ്പോൾ നീ ആരുടെ ചോദിക്കുക, അല്ലെ നീ ആരടാ എന്നുള്ള രീതിയിൽ ആരെ അടി പറ്റിക്കും. അല്ലാതെ അത് അയ്യോ അത് തെറ്റായിപ്പോയി, ശരിയാ, ഇനി അങ്ങനെ ചെയ്യും, അതൊന്നുമില്ല. ഞാൻ ചെയ്താൽ ശരി. അതുകൊണ്ട് വിനയമെന്ന് പറഞ്ഞതേ ലവലേശമില്ല. പിന്നെ കുടില മനസ്കന, അന്യന്റെ ജീവിതമാർഗത്തെ നശിപ്പിക്കുന്നവൻ അലസൻ. അന്യൻ എങ്ങനെയൊക്കെ ജീവിച്ചു പോയാലും ഇവൻ ചിന്തിക്കുന്നതാണ്, എങ്ങനെ അവനെ തുരത്തണം, അവൻ നശിപ്പിക്കണം, ഞാനങ്ങ് നന്നായാൽ മതി, അവനൊന്നും അങ്ങ് നന്നാവണ്ട എന്നുള്ള രീതിയിൽ നശിപ്പിച്ചു കൈ കൊടുക്കും അന്യനെ. അതുകൊണ്ട് അന്യന്റെ ജീവിത മാർഗത്തെ, ഇപ്പോൾ ഞാനില്ല പറഞ്ഞില്ലേ, ഈ വാഴക്കുലയിൽ വെച്ച് കൊടുക്കുന്നേ, അത് എത്ര പേരുടെ ജീവിതം നശിപ്പിക്കുന്നേ. രജോ ഗുണക്കാരനും ഇന്ന് അങ്ങനെയാ. കാരണം കർമ്മം ചെയ്ത് പോരാ, കിട്ടുന്നത് പോരാ എന്നും പറഞ്ഞ് ചെയ്യുന്നവരത് തന്നെയാണ്. അതിനേക്കാൾ ഉപരിയാണ് ഈ താമസക്കാരൻ ചെയ്യുന്നത്. അതിൻ്റെ ആ വിഷമല്ല, അതിനേക്കാളും വിഷം കുത്തിവെക്കും. അത് കായ്ക്കാത്തൂടെ ശ്രിഞ്ച് വെച്ച് വേണമെങ്കിലും കുത്തിവെക്കാൻ പോണിയ അത് ചെയ്യും ഈ താമസക്കാരൻ. മറ്റത് ആ കൂമ്പ് ഒടിച്ചതിനകത്ത് അറ്റത്ത് കെട്ടിവെക്കത്തേ ഉള്ളൂ. ഈ താമസക്കാരനാണെങ്കിലോ കായൽ ശ്രിഞ്ചിനകത്ത് മരുന്ന് കയറ്റി ആണ് ശ്രിഞ്ച് കൊണ്ട് കുത്തിവെച്ച് ചെയ്യും.
ഇന്ന് അങ്ങനെ നമ്മൾ കേൾക്കാനുള്ള ഈ എന്താ പറയുക തണ്ണിമത്തനകത്തൊക്കെ എന്തൊക്കെയോ മധുരിക്കാൻ വേണ്ടി ചെയ്തു വെക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് കഴിക്കുന്നവർ ബോധം കെട്ട് വീഴുന്നെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ്. പിന്നെ ഈ പഴുക്കുന്ന മാങ്ങയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പഴുപ്പിക്കാൻ പിഞ്ച് മാങ്ങ നമുക്ക് പൂളി തിന്നാൻ പറ്റത്തില്ല. അതിനകത്ത് പൊട്ടപ്പുളിപ്പാണ്, പുറമേ മഞ്ഞ നിറം തോന്നും. എന്താ എന്തോ വെച്ച് പഴുപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെ അപകടങ്ങളല്ലേ? ഇതെന്താ കാരണം? സത്യസന്ധമായിട്ടുള്ളവരങ്ങ് ചെയ്യൂ. ഭഗവാനെ ഈശ്വരനെ ഭയമുള്ളവർ ചെയ്യൂ. നമ്മുടെ ഹൃദയ ഇവർ ചിന്തിക്കുന്നത് അറിയാമോ? ഈശ്വരൻ അമ്പലത്തിൻ്റെ അകത്ത് ഒരു വിഗ്രഹത്തിൽ ഇരിക്കുകയല്ലേ എന്നാണ് ചിന്തിക്കുന്നത്. അവിടെ നിന്ന് വന്ന് നമ്മൾ ചെന്നൊന്നും കാണുന്നില്ലല്ലോ എന്ന്. പക്ഷേ നമ്മുടെ ഉള്ളത്തിലും പുറത്തും മൊത്തവും അന്തര്യാമിയായി സർവ്വം നിറഞ്ഞിരിക്കുന്ന പരമാത്മാവാണെന്ന് ഈ മൂഢൻ അറിയുന്നില്ല. അവനവൻ ചെയ്യുന്ന മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഉള്ളത്തിലിരിക്കുന്ന ആത്മാവ് അറിയുന്ന അവൻ അറിയുന്നില്ല. പ്രവൃത്തി ചെയ്യുമ്പോൾ അത് സാക്ഷിയായി നിന്ന് കാണുന്നെന്ന് അവൻ അറിയുന്നില്ല. അവൻ്റെ ഉള്ളത്തിൽ അത് ഉണ്ടെന്നാ. പക്ഷെ ഉള്ളത്തിൽ എല്ലാവരുടെ ഉള്ളവും നിറഞ്ഞിരിക്കുക. ഇവൻ അറിയാത്ത എന്താ? അവൻ്റെ ഉള്ളം നിറച്ച അഹങ്കാരം വേണ്ട അറിയാത്തത്. അവന് കണ്ണ് കാണാൻ അടക്കൊണ്ട് അറിയുന്നില്ല. പക്ഷേ ഉള്ളത്തിലിരുന്ന പരമാത്മാവിനെ അറിയാം അവനെന്താ ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ ആരെ ഭയക്കണം? ഇത് ചെയ്തുകൂടാ. നമ്മുടെ ഉള്ളിൽ സാക്ഷിയായി നിൽപ്പുണ്ട്. അത് തന്നെ മാത്രമാണ് ഭഗവാൻ പരമാത്മാവ്. ആരാ? സൂര്യൻ ഭഗവാൻ നാരായണനാ. ഈ സർവ്വതും എന്തെല്ലാം ചെയ്താലും ആ സൂര്യഭഗവാൻ കണ്ണുകൊണ്ട് കാണാൻ ഇവിടെ എല്ലാം ഉണ്ട്. സാക്ഷിയായി കാണുക. അതുപോലെ നമ്മൾ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവും മൊത്തവും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് എങ്ങനെ ഭഗവാൻ അറിയുന്നു? ഞാൻ മനസ്സ് ചിന്തിക്കുന്നത് എങ്ങനെ ഭഗവാൻ അറിയുക? നമ്മൾ ചിന്തിക്കുന്ന ഭഗവാൻ എങ്ങനെ അറിയുന്നത്? നമ്മുടെ മനസ്സ് നാം തന്നെയാണ് ആ പരമാത്മാവ്. അതുകൊണ്ടറിയുന്നത്. നമ്മളെ ഉള്ളത്തിൽ നാം തന്നെയായി മാറിക്കഴിഞ്ഞ വ്യക്തിയുടെ മനസ്സ് ആ പരമാത്മാവ് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് അറിയുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് വേണം? ഇങ്ങനെയുള്ളവർക്ക് വിനയവുമില്ല, കുടില മനസ്കനാണ്, അന്യൻ്റെ ജീവിതമാർഗത്തെ നശിപ്പിക്കുന്നവനാണ്, അലസനാണ്, അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നീട്ടിവെക്കുന്നവൻ. ഈ സ്വഭാവത്തോട് കൂടിയവരാണ് താമസന്മാർ. അത്യാവശ്യം നമുക്ക് ഒരു കർമ്മം ഇപ്പം തന്നെ ചെയ്യണമെന്നുണ്ടാലും എനിക്ക് കഴിയില്ല, നാളെ ആവട്ടെ. നാളെ നേരം എടുക്കുമ്പോൾ അന്നേരം ചിന്തിക്കും നാളെ ആവട്ടെ എന്ന്. നാളെ നീളെ അങ്ങ് പോകും. ഇതാ കാരണം ഇവൻ അലസനാണ്. അലസത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. എപ്പോഴും മൂകതയാണ്, അന്ധകാരമാണ്, മനസ്സിന് യാതൊരു വെളിവില്ല. ഈ അജ്ഞാനിക്ക് എങ്ങനെ നന്മയുണ്ടാകും? അവനിങ്ങനെ നശിച്ച് നരകത്തിലേക്ക് തന്നെ താഴ്ത്തി എത്ര ജന്മം ജനിച്ചാലും കരകയറത്തില്ല. എവിടാ? നരകാബ്ധിയ. അതുകൊണ്ട് നമുക്ക് 29ാമത്തെ ശ്ലോകം വായിക്കാം. ഇനി എന്താ പറയാ? ഭഗവാൻ എന്താ പറയുന്ന? നമ്മളോട് പറയുന്നത്, നമ്മളാണ് ഇവിടെ ഉത്തവർ. നമുക്ക് പഠിക്കാനാ. നമ്മൾ ചിന്തിക്കുക എത്ര പേർക്ക് ഇതിൽ എന്തെല്ലാം രീതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. കാരണം ഇത് കേൾക്കാൻ എടുത്തവർ എന്തായാലും ഇച്ചിരി നന്മ ഉള്ളവരായിരിക്കും. അവർ സന്തോഷിക്കുക, ഭഗവാനെ ഈ കഴിഞ്ഞ ജന്മം ഞാൻ എന്തൊക്കെയോ സുഹൃതം ചെയ്തിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ ജനിച്ചു വന്നത്. ഭഗവാൻ നന്ദി. അന്ന് അങ്ങനെ ചെയ്തതും ഇന്നിപ്പോൾ ഇത് കേൾക്കാൻ ഇടയായതും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എനിക്ക് ഇനിയും നല്ലൊരു പാണ്ടക്കെട്ടുമായിട്ട് പോകണം. ഈ ജന്മം കരകയറാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക്. എന്താ നമ്മുടെ പാണ്ടക്കെട്ട്? സൽക്കർമ്മങ്ങളായിരിക്കുന്ന പാണ്ടക്കെട്ട്, നന്മ നിറയ്ക്കുന്ന പാണ്ടക്കെട്ട്, എപ്പോഴും സുഹൃതമായിട്ട് അടുത്ത ജന്മം ഇതിനേക്കാൾ മെച്ചപ്പെട്ട് വരാനുള്ള നല്ല ഒരു പാണ്ടക്കെട്ട് നമുക്ക് ഉണ്ടാക്കണം. അടുത്ത ജന്മം ഒരു സത്യവാൻ്റെ, ഒരു സാത്വികൻ്റെ, ഒരു ബ്രഹ്മചാരിയുടെ ഉള്ളത്തിൽ, അവിടെ ആ കുടുംബത്തിൽ നമുക്ക് ജനിക്കാൻ ഇടവരണം. അപ്പോൾ നമുക്ക് ആനന്ദിക്കാം, പരമാത്മ ലയം പ്രാപിക്കാം. എന്താ അത് ഇന്നേ നമ്മൾ നോക്കണം. നോക്കാതെ ഇതുപോലെ അറിവില്ലാതെ പോയാൽ രക്ഷപ്പെടാൻ പറ്റൂ? ഈ ജന്മം രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിൽ വരും ജന്മങ്ങളിൽ എടുത്തൂടെ? അപ്പോൾ അല്ലെങ്കിൽ അന്നും ദുഃഖം ഇന്നും ദുഃഖം, വരും കാലത്ത് എല്ലാം ദുഃഖമായി പോകും. ഒരിക്കലും ദുരിതത്തിൽ നിന്ന് കരകയറത്തില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇതാണ് സംഭവം. നമ്മളിങ്ങനെ ആകണം, നന്മ കൊണ്ട് നിറയ്ക്കണം. നമ്മുടെ പാണ്ടക്കെട്ട് ദുഷ്കർമ്മം വേണ്ട, സൽക്കർമ്മം കൊണ്ട് നിറയട്ടെ എന്ന് തന്നെ നമ്മൾ കരുതുക. ഇങ്ങനെ 29ാമത്തെ വായിച്ചായിരുന്നു. ബുദ്ധേർഭേദം ഹൃദയേച്ഛൈവ ഗുണതസ്ത്രിവിധം ശൃണു പ്രോച്യമാനം അശേഷേണ പൃഥക്തേന ധനഞ്ജയ. അല്ലയോ അർജുന, നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ്. ഗുണാത്മകമായ 3 വകഭേദങ്ങൾ ബുദ്ധിക്കും മനക്കരുത്തിനുമുണ്ട്. അതെങ്ങനെയെന്ന് പ്രത്യേകമായി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 3 വകഭേദങ്ങളുണ്ട് ഗുണാത്മകമായ. അത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ മനക്കരുത്തിനും അത് എങ്ങനെയാണ് ഇതെന്ന് ഞാൻ പ്രത്യേകം ഞാൻ പറഞ്ഞു തരാം. ഭഗവാൻ പറഞ്ഞു തരാൻ പോവുക. എന്താണെന്ന് നമുക്ക് നോക്കാം. 30ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യ അകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാവേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികി.
ഇത് ഇനി സാത്വികൻ്റെ കാര്യം. നമുക്ക് ഇങ്ങനെ വരിക്ക് വരിക്ക് സാത്വിക, രാജസ്, താമസം, വീണ്ടും സാത്വിക, ഇങ്ങനെ പോകും. അപ്പോൾ ആദ്യത്തെ പടി സത്വവും കഴിഞ്ഞ്, രാജസവും കഴിഞ്ഞ്, താമസവും കഴിഞ്ഞ്, ഇനി നമ്മൾ ഒന്നിന് വീണ്ടും സാത്വികനായുടെ കാര്യങ്ങളാണ്. എന്താണ് ഇനിയത്തെ സാത്വിക? ബുദ്ധിയാണ്. ഇനി സാത്വികയുടെ ബുദ്ധിയെ പറ്റിയാണ്. മറ്റത് എന്തായിരുന്നു? ആദ്യം കർമ്മത്തിനെ പറ്റി, പിന്നെ ഗണത്തിനെ. ഒരു സാത്വിക ഗണത്തിൽപ്പെട്ടതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ ആദ്യം നമ്മൾ പിന്നെ കഴിഞ്ഞ സമയത്ത് കർമ്മങ്ങൾ, അതിൻ്റെ അവസാനത്താണ് ആ താമസ കർമ്മം നമ്മൾ ഒന്നുകൂടെ ചേർത്ത് വായിച്ച് 25ാമത്തെ ശ്ലോകം. ഇപ്പോൾ നമ്മൾ സാത്വിക ഗണത്തിൽപ്പെട്ടതായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ 26, 27, 28 സാത്വിക ഗണത്തിൽപ്പെട്ടത് ആരാണ്, രാജസ ഗണത്തിൽപ്പെട്ടത് ആരാണ്, താമസ ഗണത്തിൽപ്പെട്ടത് ആരാണ്, അത് നമ്മൾ ഇത്രയും നേരം വായിച്ചത്. ഇനി നമുക്ക് എന്താണ്? ബുദ്ധി. സാത്വിക ബുദ്ധിയുള്ളവരാരാണെന്ന്. നമുക്ക് ബുദ്ധിയും വേണം. അപ്പം ഗണം, കർമ്മം, ഇനി നമ്മൾ ബുദ്ധി. അർജുനനോട് പറയുന്നത് പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ച കാര്യ അകാര്യ ഭയേ. കാരണം കാര്യം എന്താണ്? അകാര്യം. കാര്യക്കേടെന്താണ്? ഭയം എന്താണ്? അഭയം എന്ന് വെച്ചാൽ ഭയമില്ലായ്മ. അപ്പോൾ ഭയ അഭയേ. അപ്പോൾ ഭയമില്ലാത്തത് ഭയം, പിന്നെ കാര്യം അകാര്യം, അതായത് കാര്യമില്ല, കാര്യക്കേട്, ഇങ്ങനെ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ബുദ്ധിയിൽ പ്രയോഗിച്ച് നോക്കാം. ബുദ്ധി കൊണ്ട്. കറണ്ട് പോയിരുന്നതുകൊണ്ടാണ് ഒക്കെ നിർത്തി. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ബുദ്ധി, സാത്വികരുടെ ബുദ്ധി. അർജുന പ്രവൃത്തി നിവൃത്തി, അതായത് ചെയ്യേണ്ടത് അരുതാത്തത്. അപ്പോൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടാത്തത് എന്താണ് എന്നുള്ളത്. പിന്നെ ഭയത്തിൻ്റെയും അഭയത്തിൻ്റെയും. കാരണം എന്താണ് ഭയം, എങ്ങനെയാണ് ഭയമില്ലാത്തത്, ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തുകൊണ്ടാണെന്ന് ബുദ്ധിയുണ്ട്. ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഭയം, ഭയമില്ലായ്മ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്. അത് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്, അതാണ് അതിന് കാരണങ്ങൾ. എന്താണ്? ബന്ധം, മോക്ഷം. ഇത് 2 കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യേണ്ടാത്തത്, ഭയമില്ലായ്മ, ഇതെല്ലാം 2 കാര്യം. ഒന്ന് ബന്ധം, ഒന്ന് മോക്ഷം. ബന്ധം എന്താണ്? നമുക്ക് മമത, എന്തിനും മമതയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നുള്ള ആ ഒരു ബന്ധം, എൻ്റെ എന്നുള്ള ബന്ധം, ഈ പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്ന പോലെ എല്ലാം എനിക്കുള്ള വീട് എന്നെ കാത്തു സൂക്ഷിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് സൂക്ഷിക്കണം, എൻ്റെ ഭാര്യ, ഇങ്ങനെയുള്ള ഒരു കെട്ടാണ് ബന്ധം. അപ്പോൾ ഈ ബന്ധം ഉണ്ടെങ്കിൽ എന്ത് വരും? ഭയം ഉണ്ടാകും. അപ്പോൾ ബുദ്ധി എന്താണ് നമ്മുടെ ബുദ്ധി പ്രയോഗിച്ചത്? ഈ ഭയം എങ്ങനെ ഉണ്ടായി? എന്താ? മമത കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധി എന്തായി? നമ്മൾ ബുദ്ധി കൊണ്ട് നിശ്ചയിക്കുന്ന ഒരു സത്വഗുണക്കാരനത് അറിയണം. എന്താണ് നമുക്ക് ഭയം ഉണ്ടാകാൻ കാരണം? അത് ബന്ധം കൊണ്ടാണ്. എൻ്റെ കുട്ടിക്ക് വയ്യായെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് നിലവിളിക്കുന്നത്? നമ്മുടെ ബന്ധം കൊണ്ടാണ്. എന്നാൽ ഭയം ഇല്ലാത്തത് എന്താണ്? അഭയം. ഒരു ഭക്തന് ഭയമില്ല, എന്താ കാരണം? ബന്ധമില്ലാത്തത് കൊണ്ട്. അതെന്താണ്? മോക്ഷം. അത് മുക്തനാവുക. അവരോടൊന്നും സ്നേഹമില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് സ്നേഹക്കേടല്ല, പക്ഷേ നമുക്ക് എൻ്റേതെന്നുള്ള മമത എങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ പരമാത്മാവായി ലയിക്കുന്ന ആ ഒരു മമത, പരമാത്മാവിൽ ലയം പ്രാപിപ്പിക്കുന്ന ആ ചേർച്ച, അത് വരുമ്പോൾ ഇതിലേക്കുള്ള ഭ്രമം ഒന്ന് കുറയും. എൻ്റെ കുട്ടിയോ മക്കളോ ഭാര്യ അല്ലാത്തവരല്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വെമ്പല് എന്ന് വെച്ചാൽ ഈ കുഞ്ഞിനും കുട്ടിക്കും അസുഖം വന്നാൽ വെമ്പണ്ടേ എന്ന് ചോദിച്ചാൽ നമുക്ക് ഭഗവാൻ ഉണ്ടെന്നുള്ളൊരു ഉറപ്പാണ്. എൻ്റെ കുഞ്ഞിനൊരു അബദ്ധമോ ഒരു വിഷമോ ഒരു രോഗമോ വന്നാൽ അതിനെ തരണം ചെയ്ത് വരാതിരിക്കത്തില്ല. കർമ്മദോഷം നമ്മൾ അനുഭവിച്ചേ പറ്റും. നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത വാസനകളാണ് ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് ഇപ്പം നമുക്ക് മമത ഉണ്ടെങ്കിലും കുട്ടിക്ക് രോഗമോ അല്ലെങ്കിൽ വയ്യായികയോ വരും. അപ്പോൾ എൻ്റെ കുഞ്ഞേന്ന് നിലവിളിക്കുന്ന എന്താണ്? മമത കൂടുതലുള്ളതുകൊണ്ടാണ്. എന്നാൽ മമത കുറഞ്ഞിരുന്നാൽ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് വിരക്തനായാൽ, മുക്തനായാൽ, മോക്ഷത്തിലേക്ക് കടന്നാൽ ഭഗവാനുണ്ട് കൂട്ട്, ഭഗവാൻ താങ്ങിക്കൊള്ളും. ആർക്ക് സമാധാനം വരും? ഈ മോക്ഷേച്ഛുവിന്, ഈ മുക്തനായക്ക് ഭയമില്ല, ഭയക്കേണ്ട കാര്യമില്ല. ഭഗവാനുണ്ട് കാത്തുകൊള്ളാൻ, ആ ഒരു ഉറപ്പാണ്. പിന്നെ ദുഃഖങ്ങൾ വരാതിരിക്കത്തുമില്ല. കർമ്മദോഷം ആ കുട്ടിക്ക് ഇന്ന സമയത്ത് ഇന്നത് വേണമെന്നോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്മ വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ജന്മം ചെയ്ത സുഹൃതം കൊണ്ടാണ് അവർക്ക് നന്മ വന്നേക്കുന്നത്.
ആ നന്മയ്ക്ക് ആർക്കും ഒരു വിഷമവും ഇല്ലല്ലോ. നമുക്ക് ഭയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വിഷമങ്ങൾ വരുമ്പോഴല്ലേ. അപ്പോഴും വിഷമിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് മോക്ഷം വേണം. അതായത് വിരക്തനാകണം, ഇതിൽ നിന്നെല്ലാം മുക്തനാകണം. എൻ്റെ കുഞ്ഞുങ്ങളെ മമത വിടണം. ആ മമത ഉള്ളിടത്തോളം കാലം നമ്മൾ ഭയക്കേണ്ടി വരും. ഭയമില്ലാതെ വരണമെങ്കിൽ എൻ്റേതെന്നുള്ളതല്ല, എല്ലാം ഭഗവാന്റേന്ന് കാണണം. ഞാനും കുട്ടി എല്ലാം പരമാത്മാവിൻ്റെ ആണെന്ന് കണ്ട് ഉറപ്പിക്കുന്നവന് എന്തിനു ഭയക്കണം? ഭഗവാൻ നിശ്ചയിച്ചല്ലേ ഇങ്ങോട്ട് വന്നേക്കുന്നത്. കർമ്മദോഷം അനുഭവിക്കുന്നതിനാണ് നമ്മൾ വീണ്ടും ജനിച്ചേക്കുന്നത്. അപ്പോൾ കർമ്മം ദോഷമായാലും ഗുണമായാലും വന്നേ പറ്റൂ, അനുഭവിച്ചേ പറ്റൂ. ഈ ഒരു ധൈര്യം ആർക്കുണ്ടാകും? ഒരു മുമുക്ഷുനുണ്ടാകും, ഒരു മുക്തനുണ്ടാകും. അപ്പോൾ അവിടെ ഭയക്കേണ്ട കാര്യമുണ്ടോ? മമതയിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത്. മമത വിട്ട് ഈശ്വരനെ ഉള്ളിലാക്കിയാൽ പരമാത്മാവാണ് നാം എന്ന് കണ്ടാൽ ഈ കുട്ടിയിലും പരമാത്മാവാണ്. അപ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാകും, കുട്ടി ചെയ്ത ദോഷകർമ്മം കൊണ്ടാണ് ഈ ജനിച്ചേക്കുന്നത്. നമ്മൾ ഓരോരുത്തരും കർമ്മവാസനയ്ക്കാണ് വന്നേക്കുന്നതെന്നും അത് അനുഭവിച്ച് തന്നെ തീർക്കണമെന്നും നമുക്ക് ഉറപ്പുണ്ട്, നമുക്ക് അറിവുണ്ട്. അപ്പോൾ നമുക്ക് വേദനിക്കണോ? നമുക്ക് സമാധാനിച്ചൂടെ? ആ കർമ്മവാസന അത് ഗുണമായാലും ദോഷമായാലും അത് നീങ്ങാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ പ്രാർത്ഥന ഈശ്വരങ്ങളിലേക്കുള്ള ആ ഒരു അഭയം, എൻ്റെ കുഞ്ഞാണ് ഭഗവാനെ, അത് പരമാത്മാവിൻ്റെ സന്തതിയാണ് എല്ലാവരും, അത് ഭഗവാൻ കാത്തുകൊള്ളും, ഒടിക്കല്ലേ ഭഗവാനെ, വളയ്ക്കേ ആകാവേ എന്ന് നമ്മൾ പറഞ്ഞാൽ ഭഗവാൻ കേൾക്കും. ഭഗവാനെ, അവന് ഇതിനെ ഞാൻ പ്രസവിച്ചതാണ്, അതിനെ ഒടിച്ചു കളയല്ലേ, അതിന് വളക്കണം, കണ്ണിൽ തട്ടാനുള്ളതിനെ പിരിയത്താക്കണമേ എന്ന് ഒരു ഭക്തൻ, പരമാത്മൻ ലയിച്ചിരുന്ന ഭക്തൻ പറയുമ്പോൾ ഭഗവാൻ കേൾക്കുന്ന ഉറപ്പുണ്ട് ആ ഭക്തന്. പിന്നെ അത്രയ്ക്കും കഷ്ടകാലത്തിലേക്കാണ് വന്നിട്ടുള്ളെങ്കിൽ അതിന് വേണ്ടുന്ന പ്രതിക്രിയകൾ ചെയ്യാനും ഈ ഭക്തനെ കൊണ്ട് ഭഗവാൻ പ്രേരിപ്പിക്കും. എല്ലാത്തിനും പോം വഴികളുണ്ട് ഇവിടെ. കഠിനമായ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതിന് തക്കതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ കുട്ടിയും ചെയ്യണം, അല്ലെങ്കിൽ ആ തള്ള ചെയ്യണം, അല്ലെങ്കിൽ ഓരോ രക്ഷകർത്താക്കളാണ് ആ രക്ഷകർത്താക്കൾ ചെയ്യണം. ഇന്നിതൊന്നും വിവരം അറിയാതെ, ഇത് പഠിക്കാതെ, ഒരു ജ്ഞാനമില്ലാതെ കഴിഞ്ഞു കൂടുന്നതുകൊണ്ടാണ് ഈ ഭയക്കേണ്ടി വരുന്നത്. എൻ്റെ മുതലേ, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യ, എൻ്റെ എങ്ങനെ ഭയക്കാതിരിക്കും? കുഞ്ഞിന് ഒരു തൊണ്ടതമ്മലം വന്നാൽ അയ്യോ കുഞ്ഞിന് വയ്യായെന്ന് കൊണ്ട് എടുത്തുകൊണ്ട് ഓടും. അതേസമയം സമാധാനം ഇല്ല. സമാധാനം വരണമെങ്കിൽ ഭഗവാൻ ഉള്ളിലാകണം. അപ്പോഴാണ് സമാധാനം വരുന്നത്, ശാന്തിയും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ വട്ടെടുത്ത് ഓടിപ്പോവും, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഒന്നിനു മീതെ ഓരോന്ന് വരുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കണമെങ്കിൽ നമ്മളെ ഉള്ളത്തിൽ ആര് വസിക്കണം? ആ പരമാത്മാവ് നമ്മളെ ഉള്ളിൽ വസിക്കണം, നാം അതായി മാറണം. അപ്പോഴാണ് അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയിൽ കൂടിയും നല്ല നല്ല ശുദ്ധമായ സൽക്കർമ്മത്തിൽ കൂടിയും ഈശ്വരാനുഗ്രഹത്തിൽ കൂടിയും ജീവിച്ച് പോകുന്നൊരു കുടുംബത്തിന് മാത്രമേ, എല്ലാവരും ഒന്നുപോലെ പോകുന്നതിന് മാത്രമേ ഈ ഒടിപ്പ് ഒന്ന് വളച്ചു വയ്ക്കും ഭഗവാൻ. അതിനാണ് കുട്ടികളോട് നമ്മൾ പറയണം, മക്കളെ നിങ്ങൾ ഇപ്പം നമുക്ക് നല്ല സമയമാണ്, എന്നാലും നമുക്ക് പ്രാർത്ഥിക്കണം. ഭഗവാൻ തന്ന ഗുണഗണങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഭഗവാൻ എനിക്ക് വീട് തന്നു, ഭഗവാൻ എനിക്ക് കൈയും കാലും ഒക്കെ തന്നു, ഭഗവാനെ സ്തുതിക്കാൻ എനിക്ക് നാക്ക് തന്നു, ഞാൻ പ്രാർത്ഥിക്കും, എന്നെ ഈശ്വരനെ ഞാൻ ആരാധിക്കും, ഞാൻ കൃത്യസമയത്ത് ഞാൻ വിളക്ക് കത്തിക്കും, ഞാൻ ഭഗവാന്റെ സങ്കീർത്തനം കൊണ്ട് ഞാൻ വാഴ്ത്തി സ്തുതിക്കും. ഭഗവാനാണ് എനിക്ക് എല്ലാം, ഞാൻ എല്ലാം എൻ്റെ പരമാത്മാവല്ല, മറ്റാരും അല്ല, ഞാൻ എൻ്റെ ഭഗവാനത്താണ്, എനിക്ക് വേറെ ആരുമല്ല വലുത്, അങ്ങാണ് എനിക്ക് വലുത്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കുട്ടികളെ പഠിപ്പിച്ചാൽ ഭയക്കണോ? ഒരു വേദന വന്നാൽ ഭയക്കണോ? എനിക്ക് എൻ്റെ പിതാവായ ദൈവം എന്നിലുണ്ട്, അദ്ദേഹം നോക്കിക്കൊള്ളുന്നില്ല, ആ ഉറപ്പല്ലേ? ആ ഉറപ്പാണ് നമുക്ക് ആവശ്യം. ആ ഉറപ്പുണ്ടെങ്കിൽ ഒന്നും ഏക്കിയല്ല. അത് പരമാത്മ ചൈതന്യം അവിടെ ഇങ്ങനെ കുടികൊണ്ടിരിക്കും, എല്ലാവരുടെയും ദേഹത്തൂടെ ഒഴുകും. എന്താ? കൃത്യനിഷ്ഠ, സന്ധ്യാരാധന, നന്നായി ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഭക്തിയോടെ ഇരുന്നാൽ എല്ലാ അപകടങ്ങളും നിസ്സാരമായി അങ്ങ് പോകും. അല്പാൽപ്പം തട്ടി അങ്ങ് പൊക്കോളും. കടുപ്പമായിട്ട് വിധിക്കത്തില്ല. കാരണം അതിന് ഭഗവാൻ അനുവദിക്കത്തില്ല. ഭഗവാന്റെ ഭക്ത മക്കളാണെന്ന് ഭഗവാൻ അറിയാം. ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാൻ വേദനിപ്പിക്കത്തില്ല. പക്ഷെ നമ്മൾ ഭക്തനോ അല്ലെങ്കിൽ ദൈവ പൈതലോ നമ്മൾ ആകണം. അങ്ങനെ ആകുമ്പോഴാണിത് വരുന്നത്. നമ്മളതിന് ആകാൻ ശ്രമിക്കുക. പിന്നെ ഇനി അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം? ഈ ഭയത്തിന് കാരണം പിന്നെ ബന്ധം എന്നുള്ള ബന്ധമാണ് കെട്ട്. ഈ കെട്ട് കിടക്കത്തോളം കാലം നമുക്ക് ഭയന്നേ പറ്റും. അതിനെ ഭയക്കാതിരിക്കണമെങ്കിൽ എന്താണ്? അഭയം. ഭയക്കാതിരിക്കണമെങ്കിൽ വിരക്തനാകണം. സർവത്തിൽ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ മുക്തനാകണം. എല്ലാത്തിനും തള്ളിക്കളയും എന്നല്ല എൻ്റെ അർത്ഥം. നമുക്ക് ഭഗവാൻ കഴിഞ്ഞ് മതി, മറ്റല്ല. എൻ്റെ ഭഗവാൻ കഴിഞ്ഞ് മതി, ഭഗവാനെ പ്രാർത്ഥിച്ച് ആരാധിച്ചിട്ട് മതി മറ്റ് കാര്യങ്ങളെല്ലാം എന്നുള്ള ഉറപ്പും ആ ഭഗവാനുള്ള ചിന്തയും സ്നേഹവും ഭക്തിയും എല്ലാമാണ് വേണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് ഭയക്കണ്ട. കാരണം താങ്ങാൻ നമുക്ക് ആരുണ്ട്?
ഭഗവാനുണ്ട്. എന്ത് വന്നാലും താങ്ങാൻ നമ്മളെ സഹായിക്കാൻ നമുക്ക് പിതാവുണ്ട്, നമ്മുടെ ലോക പിതാവുണ്ട്, ആ പരമേശ്വരനുണ്ട്. ആ പരബ്രഹ്മമൂർത്തിയാകുന്ന ആ കൃഷ്ണ ഭഗവാൻ, പരമാത്മാവായിരിക്കുന്ന പരമ്പൊരുളാണ് കൃഷ്ണൻ. ആ ഗുരു ഇതൊക്കെ പറഞ്ഞു തരുന്നത് ആ പരമാത്മാവ് തന്നെയാണ് നമുക്ക് ഉപദേശം തരുന്നത്. ഇത് നമ്മൾ അനുസരിക്കണം. ഇത് പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. നമ്മൾ സന്ധ്യയ്ക്ക് കൃത്യനിഷ്ഠ പോലെ എന്നും അത് കൃത്യനിഷ്ഠ തന്നെ ആയിരിക്കണം. നമുക്ക് കുട്ടികളെ വിളിച്ചിരുത്തി നന്നായി ആരാധിച്ച് സ്തുതിച്ച്, ധ്യാനമൊക്കെ പിന്നെ മതി. ആദ്യം നമ്മൾ ഭക്തി വർദ്ധിക്കാൻ ശ്രമിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, സൽപ്രവർത്തികൾ. എന്നിട്ടോ ഭഗവാനെ വാഴ്ത്തി വാഴ്ത്തി സ്തുതിക്കുക. എനിക്ക് ഭഗവാനെ, പരമാത്മാവായ ജഗദീശ്വര, ലോകപിതാവ് ഒന്നേ ഉള്ളൂ. ആ ഒന്നായി നിന്നെയാണ് രണ്ടെന്ന് കണ്ട് കൃഷ്ണനും രാമനും ഗോവിന്ദനും ഒക്കെ അവിടെ വന്നിരിക്കുന്നത്. കൃഷ്ണൻ ആരാ? പരമാത്മാവ് തന്നെയാ. അപ്പോൾ കൃഷ്ണ എന്ന് പറയുമ്പോൾ ലോകപിതാവായ ജഗദീശ്വരൻ തന്നെയാണെന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഭഗവാനെ, അങ്ങനെ കൈയും കാലും ദേഹങ്ങളും ഒക്കെ നന്നായി തന്നു, നമുക്ക് വേണ്ട സൗന്ദര്യം തന്നു, എല്ലാം തന്ന ഭഗവാൻ നന്ദി. ഇതൊക്കെ എനിക്ക് വീടും കൂടും പഠിത്തവും എല്ലാം തന്ന ഭഗവാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് സ്നേഹിച്ച് ഭക്തിയോടിരുന്ന് ഒരു കാഴ്ച. കാരണം പൂച്ചേലൻ്റെ നമുക്കറിയാലോ, ഭഗവാനെ കാണുമ്പോൾ ഇപ്പോൾ ഒരു അവില് അന്യ വീടുകളിൽ പോയി പിഷയാദിച്ച് കൊണ്ടുവന്ന അവിലും കൊണ്ട് ഭഗവാൻ കാഴ്ച കാണാൻ പോയി. അതുപോലെ നമ്മൾ എന്ത് കൊടുക്കണം ഭഗവാന് കാഴ്ച? നമ്മുടെ മനസ്സ് കൊടുത്താൽ മതി, മനമലരങ്ങ് കൊടുത്താൽ മതി, ആ മനസ്സ് ഭഗവാനങ്ങ് അർപ്പിച്ചാൽ മതി. അപ്പോൾ അതാണ് ഭഗവാൻ ഇഷ്ടം. നമ്മളെ കാഴ്ച വേറൊന്നുമില്ല. നമ്മുടെ അതല്ല, ഒരു സന്തോഷമായിട്ടും സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരു കിണ്ടി വെള്ളം, അല്പപുഷ്പം, ഇതൊക്കെ എൻ്റെ ഭഗവാന്, ഒരു പഴം, എന്ത് വേണമെന്നും ഭക്തിയോടും അത്രത്തോടും വിനയത്തോടും താഴ്മയോടും നമ്മൾ ചെയ്യുമോ അത് ഭഗവാൻ ഏറെ ഇഷ്ടമാണ്. ഒന്നുമില്ലേ മനമലര്, മനസ്സാകുന്ന ആ മനസ്സിനെയും കൊടുത്താൽ വേറെ ഒന്നും വേണ്ട. അതാണ് വേണ്ടത്. ഒരു സ്നേഹം, ഭഗവാനുള്ള ഭക്തി, പ്രേമമാകുന്ന ഭക്തി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയക്കണോ? എന്തിനു ഭയക്കണം? പിന്നെ നമുക്ക് ഇതുണ്ടോ? പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി? അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അറിവ് വേണം. ഈ മോക്ഷത്തിലേക്കുള്ള ചെയ്യേണ്ടാത്തത് എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇതൊക്കെ ബുദ്ധി കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്, ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു സാത്വികർക്ക് മാത്രമേ ഇത് നടക്കൂ. നമുക്ക് ഒരുപാട് സമയം പോയി. ഞാനിങ്ങനെ കാര്യം പറയാൻ ഇങ്ങനെ ഇരുന്നു അറിയില്ല. അപ്പോൾ ഇത് പ്രത്യേകമായി ഇങ്ങനെ ഈ ബന്ധവും മോക്ഷവും ഇവയെ പ്രത്യേകമായി അറിയുന്നതാണ്. അപ്പോൾ ഇതാണ് അറിവ്. ഈ ബന്ധം എന്താണ്? ഈ ഭയം ഉണ്ടാകുന്ന ബന്ധം വന്നാൽ ഭയം ഉണ്ടാകും. എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല. എന്നാൽ മോക്ഷത്തിലേക്ക് കിടക്കുന്ന ഒരു സാത്വികൻ, മുക്തനായ ഒരാളാണെങ്കിലോ എന്ത് ചെയ്യാൻ കൊള്ളുന്നതേ ചെയ്യൂ, ചെയ്യേണ്ടതല്ലാത്ത ചെയ്യില്ല. അതുപോലെ തന്നെയാണ് പിന്നെ ഈ ഒരു ഭയവുമില്ല, യാതൊന്നിനും ഭയമില്ല. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.